നിസ്കരിക്കുന്ന സമയമാണ്, സുബഹ് നിസ്കരിക്കാണ്. ബനൂ സലീം എന്നൊക്കെ പറയുന്നുണ്ട്. അവർ നിർവഹിച്ചു കൊണ്ടിരിക്കെ, ഇത് പല സ്ഥലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്, നിസ്കരിച്ചു കൊണ്ടിരിക്കെ ആ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. പലരും അറിഞ്ഞിട്ടില്ല ഖിബ്ല മാറിയ വിവരം. അവര് ബൈത്തുൽ മഖ്ദിസിലേക്ക് അങ്ങനെ തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്റെ കൂടെ മദീനത്ത് നിസ്കരിച്ച ഒരാള് ബനൂ സലീം ഗോത്രത്തിന്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ അവിടെ ജമാഅത്ത് നടക്കുകയാണ് സുബഹിന്റെ. എല്ലാവരും ബൈത്തുൽ മഖ്ദിസിന്റെ നേരെയാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനിതാ പ്രവാചകന്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, അദ്ദേഹം ഖിബ്ല കഅബയിലേക്കാണ് തിരിഞ്ഞത്, ആയത്തിറങ്ങിയിട്ടുണ്ട്, വിധി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമസ്കരിച്ചു കൊണ്ടിരിക്കെ അവരെന്ത് ചെയ്തു? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിന്ന് അവര് നേരെ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നു. നിസ്കാരം മുറിച്ചില്ല, അങ്ങനെ തന്നെ തിരിഞ്ഞു. അതുകൊണ്ടാണ് അവിടെയുള്ള അവർ നമസ്കരിച്ച സ്ഥലത്ത് പിന്നീടുണ്ടായ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് ഇന്ന് നമ്മൾ മദീനത്ത് പോയാൽ കാണാം, മസ്ജിദുൽ ഖിബ്ലത്തൈൻ, രണ്ട് ഖിബ്ലയുള്ള പള്ളി എന്നാണ് പറയാ. രണ്ട് ഖിബ്ലയുള്ള പള്ളി. കാരണം ഒരേ നമസ്കാരത്തിൽ രണ്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന അപൂർവം സംഭവിച്ച പള്ളി എന്ന അർത്ഥത്തിൽ രണ്ട് ഖിബ്ലയുള്ള പള്ളി എന്ന പള്ളിക്ക് പേര് നൽകിയത്